പാലക്കാട് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം വി ടി ഭട്ടതിരിപ്പാട് കോളേജിൽ നടന്ന ദ്വിദിന ജൈവ വൈവിധ്യ സർവേയിൽ 150-ലധികം ജനുസുകളിൽപ്പെട്ട ജീവികളെ കണ്ടെത്തി. 32 ഏക്കറോളം വരുന്നതും പഴങ്കാടുകൾ ഉൾപ്പെടുന്നതുമായ കോളേജ് ക്യാമ്പസിന്റെ ജൈവസമ്പന്നത വെളിപ്പെടുത്തുന്നതായിരുന്നു സർവേ ഫലം. കോളേജിലെ ടൂറിസം ക്ലബ്ബ്, നാഷണൽ സർവീസ് സ്കീം, നേച്ചർ ക്ലബ്ബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സർവേ സംഘടിപ്പിച്ചത്. 60 ഇനങ്ങളിൽപ്പെട്ട പക്ഷികൾ, 35 ഇനം ചിത്രശലഭങ്ങൾ, നിശാശലഭങ്ങൾ, തുമ്പികൾ എന്നിവയെ സർവേയിൽ രേഖപ്പെടുത്തി. കൂടാതെ തവളകൾ, പാമ്പുകൾ, പല്ലികൾ എന്നിവയടക്കം 35 ഇനങ്ങളിൽപ്പെട്ട ഉരഗങ്ങളെയും ഉഭയജീവികളെയും കണ്ടെത്തി. ചിലന്തികളും മറ്റു പ്രാണികളുമായി 20-ലധികം ഇനങ്ങളും ഈ ശേഖരത്തിൽ ഉൾപ്പെടുന്നു. അപൂർവമായ ചുരുട്ടപ്പാമ്പ്, വയനാടൻ തവള എന്നിവയെ കണ്ടെത്തിയത് ശ്രദ്ധേയമായി. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 1 നടത്തിയ സർവേയുടെ തുടർച്ചയായാണ് ഈ വർഷവും പഠനം നടത്തിയത്. ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ കോളേജിൽ നിലവിൽ ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. പുതിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതുക്കിയ രജിസ്റ്റർ 2026 ജനുവരിയിൽ പുറത്തിറങ്ങും. നമുക്ക് ഇന്നിപ്പോ കിട്ടിയിരിക്കുന്നത് റസൽസ് കുക്കറി എന്ന് പറയുന്ന ചുരുട്ട എന്ന് പറയുന്ന പാമ്പിനെ കണ്ടിട്ടു ഇവിടെ. അതിന്റെ കൂടെ തന്നെ ലീഫ് ടോഡ് ഗെക്കോ, അതായത് ഇലയുടെ ആകൃതിയിലുള്ള വിരലുകൾ ഉള്ള പല്ലിനെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ കുറെ തരം വേറെ തവളകളും വയനാട് ബുഷ് ഫ്രോഗ് എന്ന് പറയുന്ന വയനാട് തവള നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയും സ്പീഷീസ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അരുൺ ശിവശങ്കരൻ, വിവേക് വൈദ്യനാഥൻ, അജീഷ് കെ രവി, എസ് അഭിജിത്ത്, സേതുമാധവൻ, എസ് അശ്വജിത്ത്, രഞ്ജിത്ത് ജോസ്, ആര്യകുമാരൻ, യാഹ്യ ഹാറൂൺ, എ അജേഷ്, എ അശ്വൻ എന്നിവരടങ്ങിയ വിദഗ്ധ സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. അധ്യാപകരും കുട്ടികളും സർവേയിൽ പങ്കെടുത്തു. 2024-25 വർഷത്തെ രജിസ്റ്ററിന്റെ തുടർച്ച എന്നോണമുള്ള ഈ ഒരു രജിസ്റ്റർ നിർമ്മാണം നമുക്ക് നടത്തിത്തരുന്ന കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫ് പാലക്കാട് എന്ന് പറയുന്ന സംഘടനയാണ്. അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷത്തിൽ വിപുലമായ രീതിയിൽ തന്നെ നമ്മുടെ കോളേജിൽ ഒരു സർവേ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി ഇന്നും നാളെയുമായിട്ട് രാത്രിയിലും പകലുമായിട്ടാണ് നമ്മൾ ഈ ഒരു സർവേ ഇവിടെ സംഘടിപ്പിക്കുന്നത്. 32ഓളം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോളേജിൽ നിരവധി ജൈവ വൈവിധ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവയുടെ ആധികാരികമായ ഒരു രജിസ്റ്റർ രേഖപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം അത്യന്താപേക്ഷിതം തന്നെയാണ്. കോളേജിലെ NSS നേതൃത്വം നൽകുന്ന ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർവകലാശാല അവാർഡുകൾ, ഹരിത കേരളം മിഷൻ പച്ചത്തുരുത്ത് ജില്ലാ സംസ്ഥാന അവാർഡുകൾ, അക്ഷയശ്രീ സംസ്ഥാന പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. CCN കടമ്പഴിപ്പുറം.